ഹലോ ഗൈസ്, കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാനും നിത്യയും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇവൾ കുറച്ച് നാളായിട്ട് ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. എവിടോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സയാൻ മന്തിയിലോട്ടാണ്. ഞങ്ങളുടെ NCCയിലെ ഇൻ്റർ ബറ്റാലിയൻ കോമ്പറ്റീഷനിൽ ഞങ്ങളുടെ ബറ്റാലിയനായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ സാബു പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആ ട്രീറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. സാബു വന്നപ്പോൾ ഞങ്ങൾക്കൊരു ബൊക്കേക്ക് ആയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി മന്തിയൊക്കെ ഓർഡർ ചെയ്തു. സീറ്റ് ഞങ്ങൾ ഇത്ര പേർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സീറ്റിന് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഞങ്ങൾ മന്തി ഓർഡർ ചെയ്ത് മന്തിയൊക്കെ വന്ന് ഹൈപ്പ് കൊടുത്ത് വെച്ചേക്കുന്ന പോലെ തന്നെ സയാൻ മന്തിയിലെ മന്തിയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു 4 കോളേജിൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടെ ചേർത്ത് ഒരു 25 പേരുണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ ഒരു 3-4 പേര് മിസ്സിങ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വാഷ്റൂമിൽ പോയപ്പോൾ ഒരു മിറർ കണ്ട്. അപ്പോൾ പിന്നെ അറിയാമല്ലോ അതിൻ്റെ അവസ്ഥ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പുറത്തോട്ടിറങ്ങിയപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച് അഴീക്കൽ പോകാൻ. അങ്ങനെ കിട്ടിയ വണ്ടിയിൽ എല്ലാവരും കൂടെ കുത്തി നിറഞ്ഞ് ഞങ്ങൾ അഴീക്കലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അഴീക്കൽ ചെന്ന സമയം അടിപൊളി സമയമായിരുന്നു. ഒരു വൈകുന്നേരം വെയിലൊക്കെ താന്നിട്ടുള്ളൊരു സമയം. ഞങ്ങളെല്ലാവരും ഒന്നും വന്നില്ല, കുറച്ച് പേരൊക്കെ തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ബീച്ച് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതല്ലേ. എനിക്ക് എൻ്റെ കോളേജിലെ ഫ്രണ്ട്സും എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ NCC അവിടുത്തെ ഫ്രണ്ട്സും. ഞങ്ങൾ NCC എന്ന് പറയുമ്പോൾ പല കോളേജിലെ പിള്ളേരാണുള്ളത്. ഞങ്ങൾ NCC വഴിയാണ് പരിചയപ്പെട്ടത്. പക്ഷേ ശരിക്കും ഇപ്പോൾ ഒരു ഫാമിലി പോലെ. നമ്മുടെ ലൈഫിൽ നമ്മുടെ വൈബും തോട്ടും ഒക്കെ കണക്റ്റ് ആവുന്ന ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ലക്കി ആയിട്ടുള്ള കാര്യമാണ്. ഐ തിങ്ക് ഐ ആം ലക്കി അബൌട്ട് ദാറ്റ്. എനിക്ക് കിട്ടിയ ആൾക്കാരൊക്കെ അങ്ങനെ കേട്ടോ. ഇങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ച് നിൽക്കുന്നെങ്കിലും എൻ്റെ മൈൻഡിൽ നാളെ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ആണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാലും എക്സാമല്ലേ, എക്സാമൊക്കെ നമുക്ക് എങ്ങനെയും എഴുതാം. പക്ഷേ ഈ മൊമെൻറ്റ്സ് ഒന്നും ചിലപ്പോൾ കിട്ടത്തില്ലെങ്കിലോ. അങ്ങനെ എല്ലാവരോടും ചേർന്ന് അതെല്ലാവരുടെയും ഒരു മെമ്മറബിൾ ഡേ ആക്കി മാറ്റി. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. എല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നിത്യയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നിത്യയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ടൊരു 10 മിനിറ്റേ ഉള്ളൂ. പിന്നെ ഇതാണ് കൂട്ടുമാതുക്ക പാലം. പിന്നെ നിത്യയുടെ വീട്ടിൽ ചെന്നപ്പോൾ നിത്യ ചായയൊക്കെ ഇട്ട് തന്നു. പിന്നെ വീട്ടിൽ എത്തി കുളിച്ച് തലയിലും ദേഹത്തും ഒക്കെ ഫുള്ള് മണ്ണായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ബൈ.